വർഷങ്ങൾക്കു ശേഷം ആശങ്കയുടെ നിഴൽ പടർന്നിരിക്കുകയാണ് കശ്മീരിൽ. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സുരക്ഷ ഇന്ത്യ ശക്തമാക്കുകയാണ്. പാകിസ്ഥാന് തക്കതായ തിരിച്ചടി നൽകാനും മേഖലയിലെ സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നാളെ പ്രധാനമന്ത്രി യോഗം ചേരും. ഈ പശ്ചാത്തലത്തിൽ കശ്മീരിലെ ജനങ്ങൾക്കും കുറച്ച് ചെയ്യാനുണ്ട്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾക്കായുള്ള തിരക്കിട്ട ഒരുക്കങ്ങളിലാണ്. അടിയന്തര ഘട്ടം ഉടലെടുത്താൽ ഉപയോഗിക്കുന്നതിനായി അതിർത്തി ഗ്രാമങ്ങളിൽ മോദി ബങ്കറുകൾ എന്ന ഭൂഗർഭ ബങ്കറുകൾ സജ്ജമാക്കുകയാണ് കശ്മീർ നിവാസികൾ. വിശദമായി പരിശോധിക്കാം. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ യുദ്ധ സാഹചര്യമുണ്ടായാൽ അല്ലെങ്കിൽ അടിയന്തര ഘട്ടത്തിൽ രക്ഷ നേടാനായി നിർമ്മിച്ചിട്ടുള്ളതാണ് ഭൂഗർഭ ബങ്കറുകൾ. മോദി ബങ്കറുകൾ എന്നും ഇവ അറിയപ്പെടും. പാക് സൈനിക പോസ്റ്റുകൾക്ക് സമീപത്തുള്ള സലോത്രി, കാർമർഹ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഒഴിഞ്ഞുപോക്ക് ആരംഭിച്ചതായും തങ്ങളുടെ ബങ്കറുകളിൽ അടിയന്തര സാഹചര്യം വന്നാൽ ഉപയോഗത്തിനായി ഭക്ഷണം, വെള്ളം, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ ശേഖരിക്കുകയാണെന്നും ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വർഷങ്ങൾക്കു ശേഷമാണ് അതിർത്തി ഗ്രാമങ്ങളിൽ ആശങ്കയുടെ നിഴൽ പടർന്നിരിക്കുന്നത്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതായി ജനങ്ങൾ കരുതുന്നുണ്ട്. പുതപ്പുകൾ, കിടക്കകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ തയ്യാറാക്കുന്ന തിരക്കിലാണ് കശ്മീർ ജനങ്ങൾ. ഈ ബങ്കറുകൾ ജനങ്ങൾ ഏകദേശം മറന്നു കഴിഞ്ഞവയാണ്. എന്നാൽ ഇപ്പോൾ അവരത് വൃത്തിയാക്കിയെടുക്കുകയാണ്. കേന്ദ്ര സർക്കാരിനും സേനയ്ക്കുമുള്ള ശക്തമായ പിന്തുണയും ഗ്രാമവാസികൾ പങ്കുവച്ചു. ഭീകരാക്രമണത്തെ ശക്തമായി കുറ്റപ്പെടുത്തുക തന്നെയാണ് കശ്മീരിലെ നിവാസികൾ. തങ്ങളുടെ ജീവൻ ത്യജിച്ചും സർക്കാരിനെ സഹായിക്കുമെന്നാണ് അവരുടെ ഉറപ്പ്. അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുമ്പോൾ ജനങ്ങൾക്ക് രക്ഷ നേടാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് നിർമ്മിച്ചു നൽകിയതാണ് മോദി ബങ്കറുകൾ. നേരത്തെ പൂഞ്ച്, രജൌരി, ബാരാമുള്ള, കുപ്വാര തുടങ്ങി വിവിധയിടങ്ങളിൽ ബങ്കറുകൾ നിർമ്മിക്കാനുള്ള സാമ്പത്തിക സാങ്കേതിക സഹായം കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. 2021 നിയന്ത്രണ രേഖയ്ക്കും ജമ്മുവിലെ രാജ്യാന്തര അതിർത്തിക്കും അടുത്ത 8000 ഭൂഗർഭ ബങ്കറുകളാണ് സജ്ജമാക്കിയത്. ജമ്മു, കത്വ, സാംബ, പൂഞ്ച്, രജൌരി എന്നീ ജില്ലകളിലായി 14,460 ബങ്കറുകൾക്ക് കേന്ദ്രം ആദ്യം അനുമതി നൽകിയിരുന്നു. പിന്നീട് 4000 കൂടി അനുവദിച്ചു. സംഘർഷ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങൾക്ക് സമീപം താമസിക്കുന്ന സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ ശക്തമാക്കിയപ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ 2ാം ഭരണകാലത്താണ് ഈ ബങ്കറുകളിൽ പലതും നിർമ്മിച്ചത്. 2021 ജമ്മു പ്രവിശ്യയിലെ ലൈൻ ഓഫ് കൺട്രോളിലും ഐബിയിലും ഏകദേശം 8000 ഭൂഗർഭ ബങ്കറുകൾ നിർമ്മിച്ചതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആക്രമണത്തിനുള്ള ആദ്യ തിരിച്ചടിയായി സിന്ധു നദീജല കരാറാണ് ഇന്ത്യ മരവിപ്പിച്ചത്. ഇതേ തുടർന്ന് പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രകോപനമില്ലാതെ വെടിവയ്പ് ആരംഭിച്ചിട്ടുണ്ട്. വടക്കൻ കശ്മീരിലെ കുപ്വാര, ബാരാമുള്ള ജില്ലകളിലെ നിയന്ത്രണ രേഖയിലെ നിരവധി പോസ്റ്റുകളിൽ പാകിസ്ഥാൻ സൈന്യം ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ചു. പിന്നീട് പൂഞ്ച് സെക്ടറിലേക്കും ജമ്മുവിലെ അഖ്നൂറിലേക്കും വെടിനിർത്തൽ ലംഘനം വ്യാപിക്കുകയായിരുന്നു. ഇന്ത്യൻ ഭാഗത്ത് ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.